ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം ഒരിക്കൽ കൂടി പ്രകാശിപ്പിക്കുന്നു. ഇന്ന് വിശുദ്ധ തിരുവഴുത്തിൽ നിന്ന് രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും എന്നതിലേക്കുള്ള 7 അടയാളങ്ങളാണ് ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്. വാൻ ഹാവനർ എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു അമേരിക്കൻ പാസ്റ്ററും ഒരു എഴുത്തുകാരനും ഒരു ശുശ്രൂഷകനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: The Church of Jesus Christ is filled with baptized sinners. ദൈവസഭ ഈ കാലഘട്ടങ്ങളിൽ സ്നാനപ്പെട്ട പാപികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ വാസ്തവമാണ്. ആദ്യ നാളുകളിൽ രക്ഷിക്കപ്പെട്ടവർ ദൈവസഭയുടെ അംഗങ്ങളായിരുന്നു. ഈ അന്ത്യകാലം വന്നപ്പോൾ സ്നാനപ്പെട്ടവർ ദൈവസഭയുടെ അംഗങ്ങളായിത്തീരുന്നു എന്നൊരു പ്രതിഭാസാത്മകമായ മാറ്റം പല സഭകളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ വരുമ്പോൾ സഭയിൽ അകത്ത് തന്നെ രക്ഷിക്കപ്പെടാത്ത ധാരാളം ആളുകൾ പാരമ്പര്യത്തിലൂടെയോ പരമ്പരാഗതമായ കുടുംബ ബന്ധത്തിലൂടെയോ ഒക്കെ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു എന്നുള്ള ഭാവേനയോ ദൈവസഭയുടെ അംഗങ്ങളായി മാറ്റപ്പെട്ടിട്ടുണ്ട്. അവരെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും? ഒരു രക്ഷിക്കപ്പെടാത്ത വ്യക്തിയെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും? ഒരുപക്ഷെ അങ്ങനെയുള്ള ആളുകൾ അവർ സ്നാനപ്പെട്ടവരായിരിക്കാം, നിരന്തരമായി സഭയുടെ യോഗങ്ങളിൽ സംബന്ധിക്കുന്നവരായിരിക്കാം, സഭയിലെ പ്രധാനപ്പെട്ട ശുശ്രൂഷകളിലൊക്കെ പങ്കാളികളായിരിക്കാം, വലിയ ആത്മീയ താല്പര്യങ്ങളൊക്കെ പ്രത്യക്ഷത്തിൽ കാണിക്കുന്ന ആളുകളായിരിക്കാം. എന്ന് വന്നാലും അവർ രക്ഷിക്കപ്പെട്ടവരായിരിക്കണം എന്ന് നിർബന്ധമില്ല. അതിലേക്കുള്ള 7 അടയാളങ്ങൾ, ഈ 7 അടയാളങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ രക്ഷിക്കപ്പെട്ടവർ ആരൊക്കെയാണ്, രക്ഷിക്കപ്പെടാത്തവർ ആരൊക്കെയാണ് എന്ന് നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. നമ്പർ 1, അവര് ലോകത്തെയും ലോകത്തിനുള്ളവരെയും സ്നേഹിക്കുന്നവർ ആയിരിക്കും. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി അവന്റെ ജീവിതത്തിന്റെ പ്രയോറിറ്റി, ജീവിതത്തിലെ മുൻഗണനകൾ എന്ന് പറയുന്നത് ലോകവും ലോകത്തിന്റെ സമ്പ്രദായങ്ങളുമായിരിക്കും. ലോകം എന്ന് പറയുമ്പോൾ സിസ്റ്റംസ് ഓഫ് ദിസ് വേൾഡ്, അതാണ് ലോകത്തിലെ സംവിധാനങ്ങൾ. ആ സംവിധാനങ്ങളായിരിക്കും അവന്റെ ജീവിതത്തിന്റെ ഏറ്റവും മുഖ്യമായ പ്രമേയം. ഏറ്റവും വലിയ വീട്, ധാരാളം വസ്തുവകള്, ബഹുനിക്ഷേപം, വിലപ്പെട്ട കാറുകൾ, ഭൗതിക വസ്തുക്കളുടെ ശേഖരണങ്ങൾ ഇത്യാദി കാര്യങ്ങളായിരിക്കും അവന്റെ ഏറ്റവും വലിയ താല്പര്യം. യോഹന്നാന്റെ ലേഖനത്തിലും യാക്കോബിന്റെ ലേഖനത്തിലും വളരെ വ്യക്തമായി ലോകസ്നേഹം അത് ദൈവത്തിന് യോഗ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ലോകത്തെ സ്നേഹിക്കുന്നവനാരും ദൈവത്തിൽ നിന്ന് ജനിച്ചവനല്ല എന്ന് യോഹന്നാനും, വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുതയിലാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് യാക്കോബും വ്യക്തമായി പറയുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ മുൻഗണനകൾ, പ്രയോറിറ്റീസ്, കർത്താവിനേക്കാളും സുവിശേഷത്തെക്കാളും ദൈവസഭയെക്കാളും വരുവാനിരിക്കുന്ന കൈപ്പണിയല്ലാത്ത ക്രിസ്തുവിന്റെ രാജ്യത്തെക്കാളും അധികമായി പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത് ഈ ലോകവും അതിന്റെ വസ്തുവകളുമാണെങ്കിൽ അവൻ രക്ഷിക്കപ്പെടാനല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2, ആന്തരികമായ ജീവിതത്തിലെ പാപത്തെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാത്ത ആളുകളായിരിക്കും രക്ഷിക്കപ്പെടാത്തത്. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ യോഹന്നാൻ ഇങ്ങനെ പറയുന്നു: ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഒരു വിശ്വാസിക്ക് പാപം ചെയ്തുകൂടാ എന്നില്ല. അവൻ ജഡജീവിതത്തിലാണ് ജീവിക്കുന്നത്, ജഡശരീരത്തിലാണ് ജീവിക്കുന്നത്, ജഡത്തിൻ്റെതായ താല്പര്യങ്ങളും ഇച്ഛാനിവൃത്തിയും ഒക്കെ അവന്റെ ജീവിതത്തിൽ ഉണ്ട്. എന്നാൽ യാതൊരു രക്ഷിക്കപ്പെട്ട വിശ്വാസിക്കും തുടർമാനമായി പാപജീവിതത്തിൽ തുടരുവാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നീ ഒരുവന്റെ ജീവിതത്തിൽ രഹസ്യമണ്ഡലത്തിൽ ഒരു ഗുരുതരമായ പാപം ഉണ്ടെന്ന് ചിന്തിക്കുക. ആ പാപത്തെക്കുറിച്ച് യാതൊരു ബോധരേഷമില്ലാതെ ആരെല്ലാം അത് ചൂണ്ടിക്കാണിച്ചാലും അതാ മറ്റുള്ളവരുടെ മുമ്പാകെ അത് വെളിപ്പെട്ട് വന്നാലും തനിക്ക് യാതൊരു
ഒരു ബോധവും ആ വിഷയത്തെക്കുറിച്ചില്ലാതെ, ഒരു ചിന്താഗതിയും അതേക്കുറിച്ചില്ലാതെ, ഒരു അനുതാപവും അതേക്കുറിച്ചില്ലാതെ മുൻപോട്ട് പോകുന്നെങ്കിൽ ആ ആള് രക്ഷിക്കപ്പെട്ടവനല്ല എന്ന് വ്യക്തം. ഒരു പക്ഷെങ്കിൽ വലിയ പ്രസംഗിയൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ വലിയ ബൈബിൾ ക്ലാസ് വെക്കുന്ന ആളായിരിക്കാം. അതൊന്നും ഇതിന്റെ അടയാളമല്ല. മറഞ്ഞിരിക്കുന്ന മണ്ഡലത്തിലെ പാപങ്ങളെക്കുറിച്ച് ഇഫ് യു ഡു നോട്ട് ഹാവ് എനി ബോധറേഷൻ, ഇറ്റ് മീൻസ് യു ആർ നോട്ട് എ ബോൺ അഗെയിൻ പേഴ്സൺ. 3, രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക് വാസ്തവത്തില് ദൈവത്തോടും ദൈവവചനത്തോടും ഒരു പ്രാമുഖ്യത അല്ലെങ്കിൽ താല്പര്യമില്ല. പല ആൾക്കാരും ഒരു വിരക്തഭാവം. രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ അവന്റെ പുതിയ ഹൃദയത്തിന്റെ താല്പര്യമനുസരിച്ചായിരിക്കും അവന്റെ ആത്മീയ ചിന്തയും ആത്മീയമായിരുന്ന പരിവേശങ്ങളും. എന്നാൽ രക്ഷിക്കപ്പെടാത്തവന് ദൈവത്തോടും ഒരു താല്പര്യമില്ല, ദൈവവചനത്തോടും ഒരു താല്പര്യമില്ല. ഇപ്പൊ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ അവൻ ദൈവത്തിന്റെ വചനം നന്നായി പഠിക്കുകയും ആസ്വദിക്കുകയും ചെയ്യും. രക്ഷിക്കപ്പെടുന്ന നിമിഷം മുതൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ ഹൃദയാന്തർഭാഗത്ത് വാസം കൊള്ളുകയും അവനിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനത്തെക്കുറിച്ചുള്ള പ്രത്യേകമായ ഒരു താല്പര്യവും ഒരു വിശപ്പും അവന്റെ ഹൃദയത്തിൽ അന്തരംഗത്തിൽ നൽകുകയും ആ ദൈവവചനം അവൻ ആഗ്രഹിക്കുകയും അത് ആഹരിച്ച് അവൻ തൃപ്തനായി തീരുകയും ചെയ്യുന്നു. ദാവീദ് പറയുമ്പോൾ, ഞാൻ രാത്രി തോറും എന്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും നിന്റെ ന്യായപ്രമാണത്തെ ഞാൻ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടതുപോലെ തൃപ്തി വരുന്നു എന്ന് പറയുന്നു. രക്ഷിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ അവന് ദൈവവചനത്തോട് യാതൊരു അതിയായ താല്പര്യവും ഉണ്ടാകുകയില്ല. പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ പത്രോസ് ഇപ്രകാരം പ്രബോധിപ്പിക്കുന്നു: ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. 4-ാമത്തെ അടയാളം, നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട ആളല്ല നിങ്ങളെങ്കിൽ യു വിൽ ഹാവ് നോ ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ യാതൊരു ഫലങ്ങളും ആത്മഫലങ്ങളും രക്ഷിക്കപ്പെടാത്തവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുകയില്ല. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? രക്ഷിക്കപ്പെടാത്തവന്റെ ജീവിതത്തിൽ ആത്മാവിന്റെ യാതൊരു ഫലവും അവന് ഉണ്ടായിരിക്കുകയില്ല. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 15-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം തന്നെ വിശ്വാസിയും ഫലപ്രാപ്തിയും എന്നുള്ളതാണ് വിഷയം. ഒരു രക്ഷിക്കപ്പെട്ട ദൈവവൈദ്യന്റെ ജീവിതത്തിൽ ആത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടായിരിക്കും. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു: ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം. ഇത് മൂന്ന് വിഭാഗങ്ങളായിട്ട് നമുക്ക് ചിന്തിക്കാം, അല്ലെങ്കിൽ വിഭജിച്ച് പഠിക്കാൻ കഴിയും. സ്നേഹം, സന്തോഷം, സമാധാനം, ഇത് ദൈവത്തോടുള്ള ബന്ധത്തിൽ. 2, ദയാ, പരോപകാരം, വിശ്വസ്തത. ദയോപരാപകാരം, വിശ്വസ്തത, ഇത് മറ്റുള്ളവരുടെ ബന്ധത്തിൽ. വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം, അത് നമ്മോടുള്ള ബന്ധത്തിൽ. അപ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ സ്നേഹം, സന്തോഷം, സമാധാനം. മറ്റുള്ളവരുടെ ബന്ധത്തിൽ ദീർഘക്ഷമ, ദയ, പരോപകാരം. സ്വന്തം ജീവിതത്തോടുള്ള ബന്ധത്തിൽ വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം. ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നില്ല എങ്കിൽ നാം രക്ഷിക്കപ്പെട്ടവരല്ല എന്നുള്ളതിന്റെ 4-ാമത്തെ അടയാളമാകുന്നു അത്. ഇനി മാത്രമല്ല, നമ്മുടെ ജീവിതത്തില് ഈ ഫലം പുറപ്പെടുവിക്കുക എന്ന് പറയുന്നത് അതിപ്രധാനമായ ഒരു വിഷയമാണ്. രക്ഷിക്കപ്പെട്ടവൻ നിശ്ചയമായും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടാവും, ക്രിസ്തുവിന്റെ സ്വഭാവങ്ങൾ ഉണ്ടാവും. ഇനി 5, രക്ഷിക്കപ്പെടാത്തവന്റെ 5-ാമത്തെ അടയാളം, യു ട്രീറ്റ് ഗോഡ് ലൈക്ക് എ റിലീജിയൻ, നോട്ട് ഇൻ എ റിലേഷൻഷിപ്പ്. ദൈവത്തെ ഒരു മതമായി കണക്കാക്കുക, അല്ലെങ്കിൽ മതവിശ്വാസമായി കണക്കാക്കുക, ഒരു ബന്ധമായി കണക്കാക്കാതിരിക്കുക. മത്തായിയുടെ സുവിശേഷം 15-ന്റെ എന്താ കർത്താവ് പറഞ്ഞത്? ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിന്റെ ജീവിതമാണ്. കർത്താവായ യേശു ക്രിസ്തുമായുള്ള ബന്ധം. നാം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ പിതാവായ ദൈവം, അതായത് വലിയവനായ ദൈവം നമ്മുടെ ആത്മപിതാവായി മാറുന്നു. പിതാവിൽ നിന്ന് ജനിച്ച മക്കളായി നാം തീർന്നുകൊണ്ട് അവൻ നമ്മുടെ പിതാവായി തീരുന്നു. അതേ നിമിഷത്തിൽ അവൻ നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ കൂട്ടാളിയായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമ്മോട് കൂടെ ഇരിക്കുന്ന യഹോവ ശമ്മായായി, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല സ്നേഹിതനായി കർത്താവ് മാറുന്നു. വാസ്തവത്തില് ഇതിനെയാണ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബന്ധം എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ട ദൈവവേദനില് ദൈവം അവന്റെ പിതാവാണ്, ദൈവം അവന്റെ ജീവിത സഖിയാണ്,
ദൈവം അവന്റെ ഉറ്റ സ്നേഹിതനാണ്. ദൈവം അവന്റെ ജീവിതത്തിന്റെ വഴികാട്ടിയാണ്. അപ്പൊ ആ നിലയില് ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയാതെ ഞായറാഴ്ച പോയി നാമമാത്രമായി ദൈവത്തെ ആരാധിക്കുന്നു. പിന്നെ ഇടയ്ക്കുള്ള സഭായോഗങ്ങളിൽ സമയമുണ്ടെങ്കിൽ പോയി സംബന്ധിക്കുന്നു. നാട് നീളെയുള്ള ക്ലാസ്സുകൾക്കൊക്കെ പോയി സംബന്ധിക്കുന്നു. ഇതൊക്കെ ഒരു റിലീജിയസ് ആയിട്ടുള്ള താല്പര്യമാണ്, മതപരമായ ഒരു ആചാരപരമായ സമീപനം എന്ന് പറയാം. എന്നാൽ ഇതൊന്നും വാസ്തവത്തില് ആ ആള് രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന്റെ യഥാർത്ഥമായ അടയാളമല്ല. ലിപ് സർവീസ് ഈസ് നോട്ട് ഹാർട്ട് സർവീസ്. അതര ചർവണം എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ശുശ്രൂഷയല്ല എന്ന് മനസ്സിലാക്കുക. ഈ ജനം അതരം കൊണ്ട് തന്നെ ബഹുമാനിക്കുകയും ഹൃദയം കൊണ്ട് അവരിൽ നിന്ന് വളരെ ദൂരത്തായിരിക്കുകയും ചെയ്യുന്നുവെന്ന് ഇസ്രായേലിനെ സംബന്ധിച്ച് ദൈവം കുറ്റപ്പെടുത്തിയത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം നാം വായിക്കുന്നു. അപ്പൊ വാസ്തവത്തില് നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആളാണെങ്കിൽ എന്തുണ്ടായിരിക്കും? നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ ഒഴിച്ചു നിർത്താൻ കഴിയാത്ത ദൈവത്തോട് സജീവമായ ഒരു ബന്ധം നിങ്ങൾക്കുണ്ടായിരിക്കും. ആറാമത്തെ അടയാളം, കാലപ്പഴക്കത്തിലൂടെ നിങ്ങൾ ക്രിസ്തുവിന് അനുരൂപമായി രൂപാന്തരപ്പെടുന്നില്ല. 2 കൊരിന്ത്യർ 5:17 അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതു സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. ഒരു പാപി രക്ഷിക്കപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതോടുകൂടി അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനെ ക്രിസ്തുവിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന പ്രവൃത്തി അവനിൽ സമാരംഭിച്ചു കഴിഞ്ഞു. ആ രൂപാന്തരം അവന്റെ അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ മേൽക്കുമേൽ വർദ്ധിച്ചു വരികയും ഓരോ ദിവസങ്ങൾ പിന്നിടുന്തോറും അവന്റെ ആത്മീയ ജീവിതത്തിൽ അവൻ ക്രിസ്തു അനുരൂപിയായി മാറ്റപ്പെടുകയും ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപമായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതം. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, പക്ഷെ രക്ഷിക്കപ്പെട്ട വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവന്റെ ജീവിതത്തിൽ യാതൊരു വിധമായ ട്രാൻസ്ഫോർമേഷനും രൂപാന്തരവും ക്രിസ്തുവിന്റെ സ്വഭാവ സൽഗുണങ്ങളും അവനിൽ പ്രതിഫലിക്കുന്നില്ല എങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, അവൻ കേവലം ആചാരപരമായി സഭയിൽ വരുന്നവനാണ്, രക്ഷിക്കപ്പെട്ടവൻ അല്ല. ഇനി 7ാമത്തെ അടയാളം, യു ഡോണ്ട് ഹാവ് ദി വിറ്റ്നസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് വിതിൻ യു. രക്ഷിക്കപ്പെട്ട വിശ്വാസിയുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ചെറുതായ ഒരു തെറ്റുപോലും പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ മനസാക്ഷിയിൽ നമ്മെ ഉണർത്തുകയും നമ്മളതിന് പരിഹാരമുണ്ടാക്കുവാനായി നമ്മെ നിർദ്ദേശിക്കുകയും ചെയ്യും. എന്നാൽ യാതൊരു വിധമായിരുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന കുറ്റബോധവും ഒരു വിശ്വാസി എന്ന് പറയുന്ന ആളിന്റെ ഹൃദയത്തിൽ ഒരിക്കലും ഫലിക്കുന്നില്ല എങ്കിൽ, ഒരു വളരെ ഗുരുതരമായ തെറ്റുകൾ ചെയ്തിട്ട് പോലും ആ നിലയിൽ ഒരു രൂപാന്തരം അവനുണ്ടാകുന്നില്ലെങ്കിൽ, ഒരു കുറ്റബോധമുള്ള മനസ്സാക്ഷി ഉണ്ടാകുന്നില്ല എങ്കിൽ, പരിശുദ്ധാത്മാവ് ആന്തരികമായി അവനിൽ സംസാരിക്കുന്നില്ല എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ഇത് രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ അവരുടെ തെറ്റിലകപ്പെട്ട് കഴിഞ്ഞാൽ അവനിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതേ സംബന്ധിച്ച് ഗ്രീവിയും അതേക്കുറിച്ച് ദുഃഖിക്കുകയും അവനെ കുറ്റബോധമുള്ളവനാക്കി ഉണർത്തുകയും അവനെ ദൈവത്തിലേക്ക് യഥാസ്ഥാനപ്പെടുവാൻ, അവന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ അവനെ അതിനായി ഉത്സാഹിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള പരിശുദ്ധാത്മാവിന്റെ ആന്തരികമാകുന്ന ശബ്ദം നിങ്ങളിൽ ഇല്ല എങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയല്ല. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. രക്ഷിക്കപ്പെടാത്ത ഒരു സഭാംഗം, സഭയുടെ അംഗം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവനാണ്. എന്നാൽ ഇന്നത്തെ കാലത്തെ നാമധേയ അംഗങ്ങൾ എന്നാണ് ഉദ്ദേശിച്ചത്. ഈ നാമധേയ അംഗങ്ങളായി സ്നാനപ്പെട്ട സഭയിലായിരിക്കുന്ന എങ്കിലും രക്ഷിക്കപ്പെടാത്ത ആളുകളുടെ 7 അടയാളങ്ങൾ അവർ രക്ഷിക്കപ്പെട്ടവരല്ല എന്നതിലേക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് ഞാൻ സംഗ്രഹമായി പറഞ്ഞത്. 1, അവർ ലോകത്തെയും ലോകത്തിനുള്ളതിനെയും കർത്താവിനെയും കർത്താവിന്റെ രാജ്യത്തെക്കാളും അധികം സ്നേഹിക്കുന്നു. 2, അവരുടെ ജീവിതത്തിലെ രഹസ്യ പാപങ്ങളെക്കുറിച്ച് യാതൊരു വിധമായ കുറ്റബോധവും ഇല്ലാത്തവരായി, അതേക്കുറിച്ച് പാപബോധമില്ലാത്തവരായി അവർ കഴിയുന്നു. 3, അവർക്ക് ദൈവത്തോടും ദൈവത്തോടുമുള്ള ഒരാത്മീകമായ അഭിരുചി ഇല്ലാത്തവരായി അവരെ കാണുന്നു. 4, അവരിൽ യാതൊരു ആത്മഫലങ്ങളും പുറപ്പെടുവിക്കാത്തവരായി അവരെ കാണുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വായിക്കുന്നത് 5, അവർ ദൈവത്തെ കേവലം ഒരു മതവിശ്വാസമായി ഉൾക്കൊള്ളുകയും ദൈവത്തോട് വ്യക്തിഗതമാകുന്ന ഒരു ബന്ധം ഇല്ലാത്ത അവസ്ഥയിൽ കഴിയുന്നു. 6, അവരുടെ ജീവിതത്തിൽ അനുദിന രൂപാന്തരം ക്രിസ്തു സ്വഭാവ അടിസ്ഥാനപരമായി കാണുന്നില്ല. ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപമായി അവർ അനുദിനം രൂപാന്തരപ്പെടുന്നില്ല. 7, പരിശുദ്ധാത്മാവിന്റെ ആന്തരികമാകുന്ന ഉൾവിളി അല്ലെങ്കിൽ ശബ്ദം അവരുടെ ജീവിതത്തിൽ അവർ കേൾക്കുന്നില്ല. ഈ പറയപ്പെട്ട 7 ലക്ഷങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഉറപ്പിച്ചുകൊള്ളുക, കർത്താവായ യേശു ക്രിസ്തു നിങ്ങളിൽ രക്ഷിതാവായി വസിക്കുന്നില്ല.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കേവലം പ്രൊഫസ് ചെയ്യായിരുന്നു, ഞാനൊരു വിശ്വാസിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ കേവലം പ്രൊഫസ് ചെയ്യായിരുന്നു. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ യഥാർത്ഥമായി രക്ഷിതാവായി സ്വീകരിച്ച ആളല്ല. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നിങ്ങൾ സ്നാനപ്പെട്ടു എന്ന് വരാം. പക്ഷേ സ്നാനം രക്ഷയ്ക്ക് ഉപാധിയല്ല. രക്ഷിക്കപ്പെട്ടവർ അനുസരിക്കേണ്ട കൽപ്പനയാണ് സ്നാനം. സ്നാനപ്പെട്ട ആരും വീണ്ടും ജനിച്ചവരാണെന്ന് വേദപുസ്തകം പറയുന്നില്ല. എന്നാൽ വീണ്ടും ജനിച്ചവർ സ്നാനപ്പെട്ട് ദൈവത്തെ തന്റെ ജീവിതത്തിൽ തന്റെ പിതാവായി കണ്ടെത്തി തന്റെ ജീവിതത്തിന്റെ രഹസ്യമണ്ഡങ്ങളിലെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഓരോ ദിവസവും നിമിഷവും ദൈവത്തോട് നിർപ്രാപിച്ച് ആന്തരികമായ പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യവും അവന്റെ ശബ്ദവും ഉൾക്കൊണ്ട് ദൈവത്തോടും ദൈവവചനത്തോടും അഭിരുചിയുള്ളവരായി തങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിനെ വിശുദ്ധീകരിച്ചുകൊണ്ട് ആത്മഫല സമൃദ്ധമായ ജീവിതം നയിക്കുന്നവർ ആയിരിക്കും. അല്ലാത്തവരെ കുറിച്ച് ഈ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ വാക്കിൽ തന്നെ ഞാൻ ആവർത്തി പറയട്ടെ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. ഒരുപക്ഷെങ്കിൽ നിങ്ങൾ 30, 40, 50 വർഷമായി ഒരു സഭയുടെ അംഗമായിരുന്ന് അവിടെ പ്രബോധിപ്പിക്കുകയോ കർത്താവിന്റെ മേശയെക്കുറിച്ച് ചിന്ത പറയുകയോ സഭയുടെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുകയോ ആത്മീക ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുകയോ കമ്മിറ്റിക്കാരനായിട്ടിരിക്കുകയോ ഇതൊക്കെ ചെയ്തു എന്ന് വരാം. ദാറ്റ്സ് ഓൾ റിലീജിയസ്. അതെല്ലാം മതപരമാണ്. ക്രിസ്തു നിങ്ങളെ അറിയുന്നില്ല. ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല എന്ന് അന്ന് അവൻ തീർത്ത് അവരോട് പറയും. അങ്ങനെയാണെങ്കിലും ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? രക്ഷിക്കപ്പെടാൻ സമയമുണ്ട്. അതായത് ഇന്ന് വരെയും കർത്താവായ യേശുവിനെ രക്ഷിതാവായ ഹൃദയത്തിൽ യഥാർത്ഥമായി സ്വീകരിക്കാതെ രക്ഷിക്കപ്പെട്ടവനാന്നുള്ള ഭാവേന സഭയ്ക്കകത്ത് കടന്നുകൂടി കേവലം ലൗകികനായി ജീവിക്കുന്ന വ്യക്തിയാണ് താങ്കളെങ്കിൽ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാൻ ഏത് സമയത്തും സാധിക്കും. അതിനെന്ത് ചെയ്യണം? പാപിയാണെന്ന് സമ്മതിക്കുക, കർത്താവായ യേശു ക്രിസ്തുവിനായി ജീവിതം സമർപ്പിക്കുക, ക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക, പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറയുക. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമെങ്കിൽ അവൻ നമ്മുടെ സകല അനീതി പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ കൊണ്ടും വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്ന് യോഹന്നാനും തന്റെ ലേഖനത്തിൽ പറയുന്നു. ഞാൻ എന്റെ വാക്കിലൂടെ നിർത്തട്ടെ. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയെ എങ്ങനെ തിരിച്ചറിയാം എന്നതിന്റെ 7 അടയാളങ്ങളാണ് തിരുവചനാടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. നമുക്ക് നമ്മെ തന്നെ ചോദന ചെയ്യാം. അവൻ രക്ഷിക്കപ്പെട്ടതാണോ ഇവൻ രക്ഷിക്കപ്പെട്ടതാണോ എന്നൊരു പക്ഷെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ? എന്നിൽ ഈ പറയപ്പെട്ട ഈ 7 ഗുണങ്ങളാണോ പ്രൊജക്ട് ചെയ്യുന്നത് എങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടതല്ല എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് കൃപ നൽകട്ടെ. രക്ഷിക്കപ്പെടാതെ കേവലം സഭാംഗമായി സ്നാനപ്പെട്ട് കൂടി വരുന്നൊരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ഇപ്പോൾ തന്നെ കർത്താവിനായി ജീവിതം സമർപ്പിച്ച് രക്ഷാ നിർണയം പ്രാപിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസോൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള. താങ്ക് യു. ഗോഡ് ബ്ലസ്.